ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, അതും അച്ചാർ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് നാരങ്ങ ആദ്യം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ട് അതിലേക്ക് ഉപ്പും കായപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കണേ. അതിനുശേഷം പാൻ ചൂടാക്കിയെടുത്ത് അതിലേക്ക് 3 ഏലക്കായും 3 ഗ്രാമ്പും കൂടെ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് 1 സ്പൂൺ ഉലുവ 1 സ്പൂൺ കടുകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കുക. നമ്മൾ സാധാരണ ഏലക്കായും ഗ്രാമ്പുമാണ് ഇടാത്തത്, അതാണ് ഈ അച്ചാറിന് സ്പെഷ്യൽ ടേസ്റ്റ് നൽകുന്നത് കേട്ടോ. ഇനി അതൊന്ന് വറുത്ത് പൊടിച്ച് മാറ്റി വെക്കുക. ഇനി ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൽ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. നല്ല ഫ്രൈ ആയത് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. ഇനി അതും ഒന്ന് മൂത്ത് വരുമ്പോൾ മാറ്റി വെക്കുക. അതിലേക്ക് തന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് അതും ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഒരു പ്ലേറ്റിലോട്ട് തന്നെ മാറ്റി വെക്കുക. ഇനി വേറെ ഒരു പാൻ ചൂടാക്കി 1 സ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. തീ ഓഫ് ചെയ്തിട്ടെടുക്കണേ. എന്നിട്ട് നേരത്തെ വറുത്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ കായപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് പിടിച്ച വെച്ചാൽ ആ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എനിക്കൊരല്പം കായപ്പൊടി കുറവുണ്ടായിരുന്നേ, അത് ചേർത്ത് കൊടുത്തു. ഇനി വിനെഗറും കൂടെ ഒന്ന് തിളപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അച്ചാർ കഴിഞ്ഞു. അയ്യോ, ഒരു സാധനം കൂടെ ഉണ്ട്, അവസാനമായിട്ട് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ അച്ചാർ റെഡി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. ബായ്.